നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ശരിയാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ്. അത് നമ്മൾ കാണിച്ചു തരാം. ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്, നല്ലതുപോലെ അരച്ചെടുത്തതാണ്. ഇത് 1 കിലോ ചിക്കനുണ്ട്, എല്ലില്ലാത്ത ചിക്കനാണ്. അപ്പോൾ എല്ല് വെച്ച് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ശരിയാക്കിയപ്പോൾ ഇവിടുത്തെ പിള്ളേർക്ക് എല്ലില്ലാതെ വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് എല്ലില്ലാത്ത ചിക്കനാണ്. അപ്പോൾ നമ്മൾ 1 കിലോ ആയതുകൊണ്ട് 1.5 സ്പൂണ് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുന്നു. അതിൻ്റെ കൂടെ ഉപ്പിടുന്നു. ഇത് മഞ്ഞൾപ്പൊടി, നമ്മളെ എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി. ഇതിൻ്റെ കൂടെ വേണം മൈദാപ്പൊടിയോ അരിപ്പൊടിയോ കോൺഫ്ലവറോ എടുക്കാം. ഞാൻ കോൺഫ്ലവറാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ പിഴിഞ്ഞതാണ്. നാരങ്ങ പിഴിഞ്ഞതില്ല എങ്കിൽ നമുക്ക് വിനീഗർ എടുക്കാം. ഇവരെല്ലാവരും കൂടെ നമുക്ക് ഇട്ടിട്ട് ഒന്ന് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 സ്പൂൺ നാരങ്ങ നീര് നമ്മളിതിനകത്ത് ചേർക്കുന്നതാണ്. 2-2.5 ചേർക്കാം. അത് നിങ്ങൾ എടുക്കുന്ന അളവനുസരിച്ച്, നിങ്ങളുടെ ക്വാളിറ്റി, ഇപ്പോൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിനകത്തേക്ക് ഇടുകയാണ്. ഇത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്നത് തൈരൊക്കെ ചേർത്ത്, തൈരോ വിനാഗിരിയൊക്കെ ചേർത്ത് കഴുകിയെടുത്ത ആ ചിക്കൻ്റെ ഒരു സ്മെല്ല് ഇതൊന്നും നമുക്കുണ്ടാകത്തില്ല. ഇവരെ നല്ലതുപോലെ മാഗ്നേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എത്ര നേരം ഫ്രിഡ്ജിൽ ഇരിക്കുന്നു അത്രയും ടേസ്റ്റാണ്. നമ്മളിപ്പോൾ രാത്രി അരപ്പ് പുരട്ടി എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ രാവിലെ ശരിയാക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ നമ്മളിത് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. വെച്ചിട്ട് ലിയോ കുട്ടനെയും കൊണ്ട് ഒന്ന് പുറത്ത് പോകണം. അവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവനെ കൊണ്ട് ഇത്തിരി പുറത്ത് പോകണം. അപ്പോഴത്തേക്ക് ഇവർ ഫ്രിഡ്ജിലിരുന്നൊന്ന് റെഡി ആകുമല്ലോ. വേണ്ടേ, എല്ലായിടത്തും നമ്മൾ ഇതെല്ലാം പിടിപ്പിക്കണം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ മാഗ്നേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് റെസ്റ്റൊക്കെ കഴിഞ്ഞെടുത്തു. അവർ 1 മണിക്കൂറൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്തു. ഇത്രയും മതി. നമ്മളിതാണ്ട് ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ചു. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചത് എണ്ണ ചൂടാവുന്നുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നാട്ടിൽ നല്ല മഴയാണ്. നല്ല കാലാവസ്ഥയല്ല. അതുകൊണ്ട് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ സൂക്ഷിച്ചു പോവുക. അതുപോലെ പനിയും വേറുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇത് നമ്മൾ ഈ റെസ്റ്റ് ചെയ്തിട്ടെടുത്ത് എണ്ണയിലിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേവിക്കുന്നതാണ് നല്ലത്. കരിഞ്ഞു പോരും നമ്മുടെ ചിക്കനെ. വേഗണം. ഇവിടുത്തെ ചിക്കൻ വേഗം വേകും. നമ്മുടെ നാട്ടിലെ ചിക്കനേക്കാൾ നല്ല എളുപ്പത്തിൽ വേകും. നമ്മുടെ നാട്ടിലെ ചിക്കൻ ഇത്തിരി കൂടെ വേവ് കാണും. അപ്പോൾ നിങ്ങളുടെ വേവ് നോക്കി വേണം എടുക്കാൻ. പക്ഷേ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. മതിയാവും. നമുക്കൊരു ട്രിപ്പും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്തിരി നേരം ദേഹം ഇങ്ങനെ കിടന്ന് എണ്ണയിലൊക്കെ ഒന്ന് വറുക്കട്ടെ. ഒരു 4 മിനിറ്റ് ഇട്ടാൽ മതി. 4 മിനിറ്റ് കഴിയുമ്പോൾ ഇവരെല്ലാം തിരിച്ചിട്ട് ഇടണം. അങ്ങനെ രണ്ട് സൈഡും കൂടെ ആയിട്ട് 8 മിനിറ്റ് മതിയാകും. നമ്മുടെ ഇവിടുത്തെ ചിക്കൻ ആയതുകൊണ്ടാണ്. ഇവിടെ ചിക്കൻ പെട്ടെന്ന് വേവും. നമ്മുടെ നാട്ടിൽ അറിയില്ല. പിന്നെ ഇതിന് നിങ്ങൾ ചേർക്കുമ്പോൾ എരിവൊക്കെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന അവർക്കൊക്കെ അനുസരിച്ച് വേണം എരിവൊക്കെ ചേർക്കാൻ. ഇപ്പോഴും നമ്മൾ 2 സൈഡും ആയിട്ടുണ്ട്. ഇത് മാറ്റാറായി. ഇതിനകത്ത് എണ്ണയിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ തോന്നുന്നത് ചിക്കനകത്തെ വെള്ളം ഉണ്ടല്ലോ, അതിറങ്ങിയത് കൊണ്ടാണ്. അത് നല്ല അങ്ങ് മാറും. നമുക്ക് ഒരു ട്രിപ്പും കൂടെ ചിക്കൻ ഇടാനുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ഇത് നമുക്ക് ഒന്ന് മാറ്റാം. ഒത്തിരി കരിഞ്ഞു പോകരുത്. മുരിഞ്ഞങ്ങ് പോയാലും നമുക്ക് ടേസ്റ്റ് അല്ല. ഇങ്ങനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. രണ്ടാമത്തെ ട്രിപ്പുള്ള ചിക്കനും കൂടെ അതിനകത്ത് എണ്ണയിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഒരു 4 മിനിറ്റ് അവിടെ ഇരുന്നൊന്ന് കുക്കാവട്ടെ.
പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചത് നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. ഇപ്പോൾ നല്ലെണ്ണ, ഒലിവ് ഓയിൽ, ഏതെണ്ണ വേണമെങ്കിലും ഏതെണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കൂടുതൽ നമ്മൾ ചേർക്കുന്ന നാടൻ ടേസ്റ്റിനുള്ള ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ട ചേരുവയെന്നാൽ നമ്മൾ കൊച്ചുള്ളി വേണം. കൊച്ചുള്ളി നമ്മളിതിനകത്ത് ചേർക്കുന്നത്. പിന്നെ വറ്റൽമുളക് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു നാടൻ ടേസ്റ്റ് ആണല്ലോ. കറിവേപ്പില, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണയെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. പക്ഷെ ഞാനിത് ചെയ്യുന്നത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ പറയണം. എൻ്റെ ചാനലൊക്കെ നിങ്ങൾ സബ് ചെയ്യണം. വേറുള്ളവർക്ക് ഞങ്ങളെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം. നിങ്ങളുടെ പ്രോത്സാഹനം എനിക്കുണ്ടാവണം. ഒന്ന് എണ്ണയിൽ കിടന്നൊന്നും അറിയട്ടെ, നമുക്ക് തിരിച്ചുവിടുന്ന സമയത്ത് എത്തുന്നതായിരിക്കാം. അങ്ങനെ രണ്ടാമത്തെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് തന്നെ നമുക്കിത് എണ്ണ കൂടുതൽ വറുക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എണ്ണ കുറച്ച് മാറ്റണം. ഇതിപ്പോൾ നമുക്കിത് റെഡിയാക്കാൻ എത്ര എണ്ണ ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ എണ്ണ ഒഴിക്കാനിരിക്കണം. നമ്മൾ എണ്ണ മാറ്റുന്നില്ല. അതിലേക്ക് നമ്മൾ തീ കുറച്ച് വെച്ചേക്കുന്നതിനകത്തോട്ട് വറ്റൽമുളക് കൂടുതലെടുത്ത് ഒരു 2-3 എടുത്ത് വറുക്കുക. അതാണ്ട് വറുത്തിട്ട് കോരി വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് ഇടാനാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നതാണ്ട് കൊച്ചുള്ളി, 2-3 പച്ചമുളക്, കുറച്ച് സവാള. കൊച്ചുള്ളി കൂടുതൽ എടുക്കാത്തത് കൊണ്ടാണ്. പിന്നെ കറിവേപ്പില. നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് ഇതിനകത്തോട്ട് ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് കറിവേപ്പിലയാണ്. നമ്മളിപ്പോൾ കുറച്ചിടാം, ബാക്കി ഇച്ചിരൂടെ കഴിഞ്ഞു നമുക്കിടേണ്ടതാണ്. കറിവേപ്പിലയിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, പൊട്ടുന്നുണ്ട് അവർ. അത് കഴിഞ്ഞിട്ട് കൊച്ചുള്ളിയും സവാളയും പച്ചമുളകും എല്ലാവരും അവിടെ നിൽക്കും. ഒന്ന് നല്ലോണം വറക്കണം. ഒരു സ്വല്പം ഉപ്പിട്ടാലുണ്ടല്ലോ ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടി വരുന്നതാണ്. പക്ഷേ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടണം. നമ്മൾ ചിക്കനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പിടുമ്പോൾ വളരെ സൂക്ഷിച്ചിടണം. കുറവാണെങ്കിൽ നമുക്ക് ചേർക്കാൻ പറ്റും, ഉപ്പ് കൂടിയാൽ നമുക്ക് ചേർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അത് നല്ലതുപോലെ വരണം. എന്നിട്ടാണ് നമുക്ക് മസാലയൊക്കെ ചേർക്കേണ്ടത്. ഉള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം ഒരു ബ്രൗൺ കളറാകാൻ തോന്നും. അതാകുമ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കണം. അതുകൊണ്ട് നമ്മൾ ചേർത്തു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇനി അതിൻ്റെ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, കുത്തൽ പോലെ, അത് കുറയാൻ വേണ്ടി നമ്മൾ ഇത്തിരി നേരം ഒന്ന് അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കുക. പിന്നെ എന്നിട്ടാണ് നമ്മളിപ്പോൾ മസാല ഇടാൻ പോകുന്നത്. നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം, മല്ലിപ്പൊടി, ഗരം മസാല. ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി, ഇത് കഴിഞ്ഞിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വരയ്ക്കണം. തീ കുറച്ച് വെക്കണേ മുളക് ഇടുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മുളക് മസാല എല്ലാം ഇടുമ്പോൾ തീ കുറച്ച് വെച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതായിരിക്കും. ഇത് ഇത്തിരി നേരം ഒന്ന് നല്ലതുപോലെ ഒന്നായിട്ട് നമുക്ക് വേറെ 2 ചേരുവകളൂടെ ചേർക്കാനുണ്ട്. ഇതിനകത്ത് ഫേവറേറ്റ് ആയിട്ടുള്ള 2 സാധനങ്ങൾ. അപ്പോൾ അതും കൂടെ നമ്മൾ ചേർക്കാൻ പോവുകയാണ്. നമ്മൾ മുളക് പൊടിച്ചത്, ദാണ്ട് ഇത് കണ്ടോ, മുളക് പൊടിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ ടൊമാറ്റോ പേസ്റ്റ്, അത് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് നല്ല ഇത് കുത്തലൊക്കെ വരത്തില്ലേ, ഇതിൻ്റെ മുളകിൻ്റെയും മല്ലിയുടെയും പൊടിയുടെയൊക്കെ മണം ഉണ്ടാവും. ഇതെല്ലാം പോതളം വരെ നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് തീ വെച്ച് ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ നമ്മൾ ഒന്ന് വരട്ടി കൊടുക്കണം.
തീ ഒന്ന് കൂട്ടി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം നമ്മൾ ഒഴിക്കണം. ഞാനപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കിയ ജാറിൽ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് ചേർക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി വെള്ളം ചേർക്കരുത്. ഒത്തിരി വെള്ളം ചേർത്താൽ നമ്മുടെ ഇതങ്ങ് ശരിയാവത്തില്ല. അത് ചാറ് അല്ല, കൂടുതൽ ചാറായിട്ടല്ല നമ്മളത് ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ അത് നല്ല രീതിയിൽ ഇങ്ങനെ ഇപ്പോഴാണ്ട് നമ്മളെത്തിരി വെള്ളം ഒഴിച്ചല്ലോ, അത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്, വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ എടുത്ത് അതിനകത്ത് ചേർക്കുക. കണ്ടോ? എന്നിട്ട് ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി അവരെ ഒന്ന് മസാലകളെല്ലാം അവരിൽ ചിക്കൻ നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇട്ടില്ലേ അതിലേക്കൊന്ന് വരണ്ട് വരുന്നത് പോലെ നമ്മളൊന്ന് മെല്ലെ ഇളക്കുക. അത് കഴിഞ്ഞ് അത് കുറച്ച് നേരം അവരിങ്ങനെ ഇരുന്നൊന്ന് റെഡിയാവട്ടെ. നമുക്കിതിനകത്ത് ചേർക്കാനുള്ള വെറും രണ്ട് ചേരുവകൾ മാത്രമേ ഉള്ളൂ നമുക്കിനി ഇതിനകത്ത് ചേർക്കാൻ. അതെന്ന് വെച്ചാൽ നമ്മൾ വറുത്ത് വെച്ച മുളകുണ്ട്, പിന്നെ ഇത്തിരി കൂടെ കറിവേപ്പിലയും ചേർക്കുക. ഇത്തിരി നേരം ഇരുന്ന് മൂക്കണം നല്ലതുപോലെ. അപ്പോഴത്തേക്ക് ഞാൻ വരുന്നതായിരിക്കും. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ലാസ്റ്റ് ചേരുവ 2 ഉണ്ടല്ലോ, അത് നമ്മൾ ചേർക്കാൻ പോവുകയാണ്. നമ്മൾ വറുത്ത് വെച്ച മുളകും കുറച്ച് കറിവേപ്പിലയും ഇവരും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ടാട്ടം റെഡിയായി കഴിയും. അങ്ങനെ ഇതൊന്ന് എല്ലാവരും ശരിയാക്കി നോക്കുക. വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് ചോറിൻ്റെ കൂടെ വേണേലും, ചപ്പാത്തിയുടെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇനി ഇതിന് ഉപ്പുണ്ടോയെന്ന് കൂടെ ഞാൻ നോക്കിയിട്ട് പറയാം. ഉപ്പുണ്ട്, കൃത്യമായ അളവിൽ തന്നെയുള്ള ഉപ്പുണ്ട്, എരിവുണ്ട്, ചെറിയ പുളിയുണ്ട്, സ്വല്പം ഒരു മധുരം പോലെയുണ്ട്. എരിവ്, പുളി, ഉപ്പ് എല്ലാം കൃത്യമായിട്ടുണ്ട്. നല്ലതാണ്. എല്ലാവരും ഇത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയുണ്ട് എന്ന് പറയുക. ചിക്കൻ ഒന്ന് കുറച്ച് നേരം നമ്മൾ മസാലകൾ പുരട്ടി വയ്ക്കുന്ന മാത്രമേ ഉള്ളൂ നമുക്ക് ടൈം എടുക്കുന്ന. ബാക്കിയെല്ലാം നമുക്ക് വേഗം റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, ഗുഡ് നൈറ്റ്.